ഇപ്പോഴത്തെ പനിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും സഹിക്കാം, പക്ഷെ ചുമ ഒരു രക്ഷയില്ല ഗൈസ്. ഏകദേശം 1 മാസമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാശിക്കുട്ടിന് പനി വന്ന് മാറിയിട്ട്. പക്ഷെ ചുമ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യാണ് കേട്ടോ. നോർമലി എന്തെങ്കിലും നാടൻ ഒറ്റമൂലികളൊക്കെ കൊടുത്തിട്ട് മാറ്റാറാണ് കേട്ടോ പതിവ്. പക്ഷെ ഇതൊന്നും ഏൽക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാശിക്കുട്ടിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ഇന്ന് രാവിലെ ചെന്നപ്പോൾ തന്നെ ഓടിച്ചെന്ന് ഞാൻ ടോക്കണും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഡോക്ടറെ കാണാനുള്ള ടോക്കൺ അല്ല, നമ്മൾ കൗണ്ടറിൽ നിന്ന് ഡോക്ടർക്ക് വേണ്ടിയിട്ടുള്ള ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ ആണ് കേട്ടോ. എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതേ സെയിം കണ്ടീഷനിലാണ് കേട്ടോ ഒട്ടുമിക്ക കുട്ടികളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ പനി വന്നിട്ട് ചുമ മാറാതെ ഇങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ ജസ്റ്റ് എനിക്കൊന്ന് കമന്റ് ഇടണേ. വേറെ ഒന്നുമല്ല, ആരൊക്കെയുണ്ടെന്ന് നോക്കാലോ. പിന്നെ കാശുകൊണ്ട് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയ സമയത്ത് ഈ ഒരു ലോലിപോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി സംഭവമാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇങ്ങനെ പബ്ലിക്കലി ചോക്ലേറ്റ് ഒക്കെ തിന്നുമ്പോൾ ഈച്ചയും പാറ്റയും പൊടിയൊന്നും അടിക്കുന്നുള്ള പേടിയൊന്നും ഇനി വേണ്ട. അങ്ങനെ ഹോസ്പിറ്റലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നടക്കണമായിരുന്നു. അന്യായ വെയിലും ചൂടുമായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല തണലായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല തണലൊക്കെ നോക്കി വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നപ്പോഴുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പിന്നെ വീട്ടിൽ വന്ന് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് പത്തീരമ്പലത്തിൽ പറ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി രാവിലെ വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അമ്മ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാതിരുന്നത് കേട്ടോ. പക്ഷെ പറ വന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയിട്ടുണ്ടായത്. കുറേ നാളായി കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട്. കാരണം ഇന്ന് കാശിക്കുണ്ടിൻ്റെ പേരിൽ ലീവ് എടുത്തിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അങ്ങനെ പറയൊക്കെ കഴിഞ്ഞ് കാശിക്കുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.